കുംഭമാസ പൂജ നാളുകളിൽ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ തിരക്ക്. നട തുറന്ന് മൂന്നാം ദിവസമായ ഇന്നലെ 49,937 ഭക്തരാണ് ദർശനം നടത്തിയത്. 30,000 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നട അടയ്ക്കും. അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടാകിയ തിരക്ക് ഇന്നും തുടരുകയാണ്. രാവിലെ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകളിലും ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. 30,000-ലധികം ഭക്തജനങ്ങളാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. 10,000-ഓളം ഭക്തജനങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചുകൊണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ദർശനത്തിന് വേണ്ടി എത്തുമെന്നുള്ള വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇന്നും 50,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനത്തിന് വേണ്ടി എത്തും. ഇന്നലെയും മിനിഞ്ഞാന്നുമായി 6,00,000-ലേറെ ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തിയത്. മാസപൂജ സമയത്ത് മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാർ ധാരാളമായി എത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി ദർശനത്തിന് എത്തി. മലയാളികളെക്കാൾ കൂടുതലാണ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഈ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിലൂടെയും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ക്യൂ പരമാവധി വേഗത്തിൽ ദർശനം ഭക്തജനങ്ങളെ നടത്തി തിരികെ മടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 18-ാം പടി മിനിറ്റിൽ 80 ഭക്തജനങ്ങളിലധികം കയറ്റിവിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നു. സന്നിധാനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ സന്നിധാനത്തിന്റെ സോപാനം, 18-ാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങൾ, മരാമത്ത് കോംപ്ലക്സിന് മുന്നിലുള്ള ഭാഗങ്ങൾ, മാളികപ്പുറത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ ഭക്തജനങ്ങളും ദർശനം പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ പമ്പയിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തജന ബാഹുല്യം മറ്റു ഭാഗങ്ങളിൽ അങ്ങനെ അനുഭവപ്പെടുന്നില്ല. പാണ്ടിത്താവളം, അന്നദാന മണ്ഡപം തുടങ്ങിയ ഭാഗങ്ങളിൽ തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇത്തവണ മാസപൂജ സമയത്ത്. അതുകൊണ്ട് ഭക്തജന ബാഹുല്യം കൂടുതലായി അനുഭവപ്പെടുന്നത് സോപാനത്തിന് സമീപത്തും മരാമത്ത് കോംപ്ലക്സിന് സമീപത്തും മാളികപ്പുറം ക്ഷേത്രത്തിന് പരിസരങ്ങളിലുമൊക്കെ ആയിട്ടാണ് ഭക്തജനങ്ങൾ കൂടുതലായി ഇനി തമ്പടിക്കുന്ന സാഹചര്യം ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുംഭമാസ പൂജയ്ക്ക് നട തുറന്ന ദിവസം മുതൽ 12-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ അനുഭവപ്പെടുന്ന അതേ തിരക്ക് കൂടുതൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അതേ തിരക്ക് തന്നെ ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഏകദേശം 2 മണിക്കൂറിനടുത്തൊക്കെ ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യവുമുണ്ട്. പരമാവധി തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ള കാര്യവുമായി വേഗത്തിൽ ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിട്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.